27ാമത്തെ ചോദ്യം, തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബംഗാൾ. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്? ഉത്തരം ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ട്രാൻകിബാർ. 30ാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഉത്തരം ഓപ്ഷൻ ഡി, കുറിച്യ കലാപം 1810. 31ാമത്തെ ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലയെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 2. സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 3. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഉത്തരം ഓപ്ഷൻ ബി, 1, 3. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? 1. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. 2. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. 3. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി, 1, 3. 33ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു. 3. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. 4. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 4.